ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മദ്ഹൂത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ശരിക്കും ഹസ്ബൻഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക് അതെല്ലാം കൂടെ ഒന്ന് അരച്ച് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെടുത്ത സ്പൈസസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയും സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഓനിയൻ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും എത്ര അളവാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം കേട്ടോ. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മദ്ഹൂത്തിൻ്റെ റെസിപ്പിയാണ്. ഓയിലൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഒനിയൻ ബ്രൗൺ ആയാൽ നമ്മൾ മാറ്റി വെച്ച ആ അരപ്പാണ് ആഡ് ചെയ്യുന്നത്, ഉണക്കമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ പൂരിയാണ്. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹെയിംസിൻ്റെ ഈ ഒരു ടൊമാറ്റോ പൂരിയാണ്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ തക്കാളി യൂസ് ചെയ്യുന്നില്ല, ഈ ടൊമാറ്റോ പൂരിയാണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്കിൻ കളയാത്ത ചിക്കനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിൻ ഇല്ലാത്ത ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യുക, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒറിജിനലി ഇതിൽ സ്കിന്നോട് ഉള്ള ചിക്കനാണ് മദ്ഹൂത്തിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അത് ആഡ് ചെയ്തത്. നിങ്ങൾ ഉള്ളി വാട്ടുന്ന സമയത്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ, ഞങ്ങൾ മറന്നുപോയതാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ആഡ് ചെയ്തത്. ഇനി ഞങ്ങളുടെ ഇത് കുക്കിംഗ് ചാനലൊന്നും അല്ല, ജസ്റ്റ് ഒരു റെസിപ്പി ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ചിക്കൻ മസാലയാണ്, അറബിക് ചിക്കൻ മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ കബ്സ മസാല, അറബിക് ചിക്കൻ മസാല രണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ടത് അറബിക് ചിക്കൻ മസാലയാണ്. ഇനി ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ സാൾട്ട് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ കപ്പിൽ വെള്ളം എടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ബസ്മതി അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന കപ്പ് ശ്രദ്ധിക്കണം, അതിൽ തന്നെ മെഷർ ചെയ്തിട്ട് വേണം വെള്ളവും അരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ആ 3 ഗ്ലാസ് വെള്ളം ഇതിൽ ആഡ് ചെയ്യണം. ഇനി ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് കറക്റ്റാണെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷമാണ് നമ്മൾ അരി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി. കുക്കർ നിങ്ങൾ വിസിലൊന്നും വേണ്ട, ജസ്റ്റ് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളത് 11 ലിറ്ററിൻ്റെ അറബിക് കുക്കറാണ്. നിങ്ങൾക്ക് സാധാരണ കുക്കർ യൂസ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാം. സാധാരണ കുക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അരി ആഡ് ചെയ്തതിന് ശേഷം 2 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ അരി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണേ. അങ്ങനെ നമ്മൾ ഇതിലോട്ട് 2 കപ്പ് അരി ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. സാധാരണ കുക്കർ യൂസ് ചെയ്യണമെങ്കിൽ 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ തുറന്നു നോക്കാൻ പാടില്ല. ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ മദ്ഹൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങളിത് ഓപ്പൺ ചെയ്തത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പറയും, ഇത് ഹെവൻലി ആണ്, ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.